ഞാൻ വളരെ സ്റ്റണ്ടായിട്ട് ഭയങ്കര ഞെട്ടിപ്പോയ ചില മൊമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഈ ഗസയിലെ ചില മനുഷ്യരുടെ വീഡിയോസ് കണ്ടപ്പോഴാണ്. അവരുടെ ഫാമിലിയും കുട്ടികളും അവരുടെ വീടും അവർക്കെല്ലാം തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന മൊമെന്റിലും അവർ പറയുന്നത് അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി. ജസ്റ്റ് ഒന്ന് കറണ്ട് പോയപ്പോലും ദൈവത്തിന്റെ കുറ്റം പറയുന്ന ഈ ഒരു സമയത്ത് ഇത് ശരിക്കും ശരിക്കും നമുക്കൊന്നും പറയാനില്ല. ഗസയിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാക്ട് ആൻസർ എനിക്ക് ഹ്യൂമാക്സിന്റെ ഒരു സെഷനിൽ നിന്ന് കിട്ടി. സോ welcome to another episode of Gems from Humax 2024. എന്നെ ഇപ്പോൾ കാണുന്ന പലരും ചിലപ്പോൾ പേരൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ കുട്ടികൾ പല സമയങ്ങളിലായിട്ട് നമ്മളുടെ അടുത്ത് പല സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. ഇപ്പോൾ ചിലർ വന്നിട്ട് പറയും എനിക്കൊരു ഫോൺ വാങ്ങിത്തരണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു പർട്ടിക്കുലർ സാധനം വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഫോണൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ പേടിപ്പിച്ച് നിർത്തും. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഇവരോട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവരൊന്ന് പേടിപ്പിച്ച് നിർത്തുന്ന ആ ഒരു മൊമെൻറ്റിൽ ഇവർ വന്ന് നമ്മളെ ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് ടൈറ്റായിട്ട് ഹഗ് ചെയ്തിട്ട് ഇവർ നമ്മളോട് പറയുവാണ് താങ്ക് യു ഡാഡി, അല്ലെങ്കിൽ താങ്ക് യു ഉപ്പ, താങ്ക് യു ഉമ്മ, എനിക്ക് ഐഫോൺ വാങ്ങി തന്നതിന് എന്ന് പറഞ്ഞിട്ട് അവർ നമുക്കൊരു കിസ്സും കൂടെ തന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ടെക്നിക്കലി നമ്മളൊന്ന് മെൽറ്റായി പോകും. മാത്രമല്ല, നമ്മൾ ഇവർക്ക് കൊടുക്കാത്ത ഒരു സാധനത്തിൻ്റെ പേരിൽ അവരത് തന്നു എന്നുള്ളൊരു മൂഡിൽ വന്ന് നമുക്കൊരു നന്ദി പറഞ്ഞിട്ട് പോയ ഒരു സംഭവമാണ് ബേസിക്കലി അവിടെ സംഭവിക്കുക. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉറപ്പായിട്ടും അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അന്ന് നൈറ്റിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു ഫോണിൻ്റെ വിലയെങ്കിലും നമ്മൾ നെറ്റിൽ കയറി നോക്കും. നമ്മൾ ഏതാണ്ട് ഇങ്ങനത്തെ ഒരു ബന്ധമാണ് ഗസയിലെ ജനങ്ങളും ദൈവവും തമ്മിലുള്ളത്. ഖുറാനിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാനത് കൂടുതൽ നൽകും. ഇവിടെ ആക്ച്വലി ഒരു ബ്യൂട്ടിഫുൾ ക്യാച്ച് ഉണ്ട്. ആ ക്യാച്ച് എന്താണെന്നുള്ളത് റിയാസ് ഹക്കീം സാർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് വി ജസ്റ്റ് വെൻ മൈൻഡ് ബ്ലോൺ. ദൈവം ആക്ച്വലി പറഞ്ഞ ഈ ഒരു പ്രോമിസ് ഉണ്ടല്ലോ, ഇവിടെ ദൈവം ഒരിക്കലും പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, ഞാനത് കൂടുതലാക്കി തരും എന്നല്ല. നമ്മളിപ്പോൾ ഈ എക്സാക്ട് ലൈൻ എടുത്തിട്ട് നമ്മളൊന്ന് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾക്ക് നൽകിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ പേരിലും നിങ്ങൾ നന്ദിയുള്ളവരാകണം, അപ്പോൾ ഞാൻ നിങ്ങൾക്കത് അധികമാക്കി തരും എന്നാണ് ബേസിക്കലി അതിൻ്റെ ഒരു റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡീകോഡിങ് ആക്ച്വലി റിയാസാറിൻ്റെ അടുത്താണ് എനിക്ക് ആക്ച്വലി കിട്ടിയത്. ഗസയിലെ മാജിക് ഹ്യൂമൻസ്, അവരെ അങ്ങനെ തന്നെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ആക്ച്വലി ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ അവർ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി കാണിക്കുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ ദൈവത്തിന് ഒരിക്കലും വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. നമുക്കില്ലാത്ത അനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ദൈവം അത് അധികരിപ്പിച്ച് തരും എന്നുള്ളതിന് ഇതിലും വലിയ ഒരു പ്രൂഫിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇപ്പോൾ മുതൽ നമുക്കും ആ ഒരു പ്രാക്ടീസ് ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ പേരിലും ദൈവം തന്നിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ പേരിലും നമുക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞു തുടങ്ങാം. താങ്ക് യു സോ മച്ച്. മേ പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ബി അപ്പോൺ യു.